ഇന്നലത്തെ നടന്ന ഒരു ടോപ്പ് ഹൈ ക്ലാസ് മാച്ചായിരുന്നു ബയൺ മ്യൂണിക് വേഴ്സസ് PSG. നല്ല ഗംഭീര മാച്ചായിരുന്നു. അതിൽ ബാഗ്ഡേ പ്രിൻസസിൽ PSG പരാജയപ്പെടുകയാണ് 2-1 ബയണിനോട്. എങ്ങനെയായിരുന്നു മനുഷ്യ മാച്ച്? അതായിരുന്നു കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ച് എന്ന് തോന്നുന്നു. 10 പേരായി ചുരുങ്ങിയതിന് ശേഷം സെക്കൻഡ് ഹാഫ് മൊത്തം 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് പിന്നെ PSG വിജയം കൈവിടാതെ നിർത്തിയേക്കുന്നായിരുന്നു. അതിൽ ഡയസിന്റെ കാര്യമാണ് പറയേണ്ടത്. വില്ലനും നായകനും ഒരുപോലെ തുടക്കത്തിൽ തന്നെ 4 മിനിറ്റ് തന്നെ ഡയസ് ഗോൾ അടിക്കുന്നു. ഫസ്റ്റ് ഹാഫിനുള്ളിൽ 2 ഗോൾ അടിക്കുന്നു. രണ്ടാമത്തെ ഗോള് ഭയങ്കര ഡയസ് കാണിക്കുന്ന ഒരു പ്രഷറുണ്ട്, ഇന്റൻസ് കാണിക്കാറുണ്ട്. ആ ഇന്റൻസിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോ മാർക്കിഞ്ഞോസിന്റെ കാലിൽ നിന്നൊക്കെ ബോൾ, അത് മാർക്കിഞ്ഞോസിന്റെ ഒരു സ്കൂൾ ലെവൽ എറർ സാധനമാണ് അവിടെ വന്നിട്ടുള്ളത്. മാർക്കിഞ്ഞോസിന്റെ കാലിൽ നിന്ന് ബോൾ റാഞ്ചി എടുത്ത് പോയിട്ട് അടിച്ച് കയറ്റുകയാണ്. അത്രമാത്രം ഭയങ്കര ഇന്റൻസിലാണ് ഡയസ് കളിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ റെഡ് വാങ്ങി പോവുകയും ചെയ്തു. ഹക്കീമിനെ ഫൗൾ ചെയ്തു. അത് പക്ഷേ ഭയങ്കര പുറകെ, അതായത് ഹക്കീമി ഡയസിന്റെ കാലിൽ നിന്നൊരു ബോള് എടുക്കുകയാണ്. അപ്പോൾ അതിന് പിന്നാലെ വന്ന് പിന്തുടർന്ന് വന്ന് ടാക്കിൾ ഫ്രം ബിഹൈൻഡ് ആണ്. അത് ഇച്ചിരി കടുത്ത ടാക്കിളാണ്. അത് അവരുടെ പരിശീലകൻ വിൻസെന്റ് കമ്പനി തന്നെ പോസ്റ്റ് മാച്ചിൽ പറയുന്നുണ്ട്, അത്തരം ഫൗളുകൾ സംഭവിക്കാൻ പാടില്ല കളത്തിൽ, അദ്ദേഹം പെട്ടെന്ന് റിക്കവർ ആവട്ടെ എന്നൊക്കെ വിൻസെന്റ് കമ്പനി തന്നെ പറയുന്നുണ്ട്. സമീറ, മാച്ച് എങ്ങനെയാണ്? മാച്ച് എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ 2 പ്രധാന ലീഗുകളിലെ ബുണ്ടസ് ലീഗിൽ ബയണാണ് ഒന്നാമത് നിലവിൽ, ഫ്രഞ്ച് ലീഗിൽ PSG ആണ്. ഇവർ തമ്മിലുള്ളൊരു ഹൈ ക്ലാസ് മാച്ചായിരുന്നു. ബയണ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 16 മത്സരങ്ങൾ തോൽവി അറിയാതെ വന്നതാണ്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ അവർ തോറ്റിട്ടില്ല, ജയിച്ചു സമനില പോലും ഇല്ല. 33 ബുണ്ടസ് ലീഗിൽ അവർ ഇതുവരെ 33 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ആകെ വൈകിയത് 14 ഗോളുകളാണ്. ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ അത് 14 ഗോളുകൾ അടിച്ചപ്പോൾ 3 ഗോളുകളാണ് വഴങ്ങിയത്. അപ്പോൾ അത്രയും ശക്തരായിട്ടുള്ള ടീം, കഴിഞ്ഞ സീസണിലെ എല്ലാം നേടിയൊരു ടീമാണ് PSG. അപ്പോൾ ആ ഒരു മത്സരം ഭയങ്കര ആവേശകരമായിട്ട് തന്നെയാണ് കണ്ടത്. ബയണാണ് എല്ലാം കൊണ്ടും മികച്ചു നിന്നത്.